അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 ദുറൂസുൽ അഖായിദ് വാർഷിക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഞാനിവിടെ കുറച്ച് നമ്മുടെ തദ്രീബാത്തിലെ കുറച്ച് പ്രവർത്തനങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ വൺ വേർഡുകൾ മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആ പ്രവർത്തനം ഒന്ന് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. നസിൽ, അതായത് ചേരുംപടി ചേർക്കുക. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരുഷമായി പെരുമാറി. 2. ജൂത പുരോഹിതനോട് ദേഷ്യപ്പെട്ടു. 3. പരുഷ സ്വഭാവിയല്ല. 4. തൗറാത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ മനസ്സിലാക്കി. ഇപ്പുറത്ത് നോക്കൂ. എ. അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹു അൻഹു. ബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സി. സയ്യിദ് ബിൻ സഹന റളിയല്ലാഹു അൻഹു. ഡി. ഉമർ റളിയല്ലാഹു അൻഹു. അപ്പം നമുക്ക് ഇതുപോലുള്ള ഒരു പ്രവർത്തനം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ രണ്ട് ഭാഗവും നന്നായി വായിച്ച് മനസ്സിലാക്കണം. അതിനുശേഷം യോജിച്ച ആ ലെറ്റർ നമ്മൾ കൊണ്ടുപോയിട്ട് ആ ബോക്സിൽ എഴുതണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ആ പ്രവർത്തനം ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം. ഇപ്പൊ നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരുഷമായി പെരുമാറി. അതിന് ശരിയായത് ഏതാണ്? സി. സയ്യിദ് ബിൻ സഹന റളിയല്ലാഹു അൻഹു. 2. ജൂത പുരോഹിതനോട് ദേഷ്യപ്പെട്ടു. അതിന് ശരിയായത് ഡി. ഉമർ റളിയല്ലാഹു അൻഹു. 3. പരുഷ സ്വഭാവിയല്ല. അതിന് ശരിയായത് ബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 4. തൗറാത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ മനസ്സിലാക്കി. അതിന് ശരിയായത് എ. അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹു അൻഹു. സി, ഡി, ബി, എ. ഇനി നമ്മൾ നോക്കുന്നത് മറ്റൊരു പാഠത്തിലെ നസിൽ എന്ന പ്രവർത്തനമാണ്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ കരാറുണ്ടാക്കി. 2. തറ മാല അറ. 3. മാ കദബ മുഹമ്മദുൻ ഖത്ത്. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനായി പുറപ്പെട്ടു. ഇപ്പുറത്ത് നോക്കൂ. എ. ആയിഷ റളിയല്ലാഹു അൻഹ. ബി. അബൂ ജഹൽ. സി. ഉമൈർ ബിൻ വഹബ് റളിയല്ലാഹു അൻഹു. ഡി. സഫ്വാൻ ബിൻ ഉമയ്യ. അപ്പം ഞാനിവിടെ കാണിക്കുന്നത് ആദ്യം നിങ്ങൾക്ക് ഉത്തരങ്ങൾ അടയാളപ്പെടുത്താത്ത ഒരു പേപ്പറാണ് കാണിക്കുന്നത്. നിങ്ങൾ അത് ഉത്തരം അടയാളപ്പെടുത്താൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഉത്തരങ്ങൾ പറയുന്നതാണ്. അപ്പം നിങ്ങൾ പോസ് ചെയ്തിട്ടൊക്കെ അതിൻ്റെ ഉത്തരങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം. നോക്കൂ. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ കരാറുണ്ടാക്കി. അതിന് ശരിയായത് ഡി. സഫ്വാൻ ബിൻ ഉമയ്യ. 2. തറ മാല അറ. അതിന് ശരിയായത് എ. ആയിഷ റളിയല്ലാഹു അൻഹ. 3. മാ കദബ മുഹമ്മദുൻ ഖത്ത്. അതിന് ശരിയായത് ബി. അബൂ ജഹൽ. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനായി പുറപ്പെട്ടു. അതിന് ശരിയായത് സി. ഉമൈർ ബിൻ വഹബ് റളിയല്ലാഹു അൻഹു. ഇനി നോക്കൂ. മറ്റൊരു പാഠത്തിലെ നസിൽ എന്ന പ്രവർത്തനമാണ്. 1. തൗറാത്ത്. 2. സബൂർ. 3. ഇഞ്ചീൽ. 4. ഖുർആൻ. ഇപ്പുറത്ത് നോക്കൂ. എ. ദാവൂദ് അലൈഹിസലാം. ബി. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സി. മൂസ അലൈഹിസലാം. ഡി. ഈസ അലൈഹിസലാം. ഓരോന്നിനും ശരിയായ ഓപ്ഷന്റെ ലെറ്റർ നമ്മൾ അവിടെ എഴുതണം. നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് അതിന്റെ ഉത്തരം നോക്കാം. ഇനി അതിന്റെ ഉത്തരം നോക്കൂ. 1. തൗറാത്ത്. അതിന് ശരിയായത് സി. മൂസ അലൈഹിസലാം. 2. സബൂർ. അതിന് ശരിയായത് എ. ദാവൂദ് അലൈഹിസലാം. 3. ഇഞ്ചീൽ. അതിന് ശരിയായത് ഡി. ഈസ അലൈഹിസലാം. 4. ഖുർആൻ. അതിന് ശരിയായത് ബി. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സി, എ, ഡി, ബി. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണമെങ്കിൽ ക്ലാസ്സിൽ പാഠം നന്നായി നിങ്ങൾ വായിച്ച് പഠിച്ചിരിക്കണം. പാഠം വായിച്ച് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ. ഈ നസിൽ എന്ന പ്രവർത്തനം നമ്മൾ ഒരു ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ 2 ഉത്തരം നമുക്ക് തെറ്റാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ഇനി അടുത്ത ഭാഗം നോക്കൂ. നസിൽ അതിലെ അടുത്ത പ്രവർത്തനം. 1. ആദം അലൈഹിസലാം. 2. ഷീസ് അലൈഹിസലാം. 3. ഇദ്രീസ് അലൈഹിസലാം. 4. ഇബ്രാഹിം അലൈഹിസലാം. ഇപ്പുറത്ത് നോക്കൂ. എ. 50 ഏടുകൾ. ബി. 10 ഏടുകൾ. സി. 10 ഏടുകൾ. ഡി. 30 ഏടുകൾ. അപ്പോൾ ഓരോന്നിനും ശരിയായിട്ടുള്ള ഓപ്ഷനുകൾ നിങ്ങൾ അവിടെ എഴുതാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് ഉത്തരം നോക്കാം. 1. ആദം അലൈഹിസലാം. അതിന് ശരിയായത് സി. 10 ഏടുകൾ. നിങ്ങൾക്ക് അവിടെ സിയോ ബിയോ എഴുതാവുന്നതാണ്. 2. ഷീസ് അലൈഹിസലാം. അതിന് ശരിയായത് എ. 50 ഏടുകൾ.
3 ഇദ്രീസ് അലൈഹിസലാം, അതിന് ശരിയായത് ഡി 30 ഏടുകൾ. 4 ഇബ്രാഹിം അലൈഹിസലാം, അതിന് ശരിയായത് ബി CADB. ഇത് നിങ്ങൾക്ക് മറ്റ് 10 ഏടുകൾ ആദം അലൈഹിസലാമിനും ഇബ്രാഹിം അലൈഹിസലാമിനും നമുക്ക് 10 ഏടുകളാണ്. അപ്പോൾ അവിടെ രണ്ട് ഭാഗത്തും നമുക്ക് 10 ഏടുകൾ കൊടുത്തത് കൊണ്ട് ആ രണ്ട് ഭാഗത്തിലുള്ള ഏത് ഓപ്ഷൻ വേണമെങ്കിലും ആദം അലൈഹിസലാം, ഇബ്രാഹിം അലൈഹിസലാം ഇവിടെ നിങ്ങൾക്ക് മാറ്റി എഴുതാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചിട്ട് എഴുതുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നുക്കമ്മിൽ എന്ന പ്രവർത്തനമാണ്. 1 മനുഷ്യരെ ഡേഷിൽ നിന്ന് രക്ഷിക്കാൻ നിയോഗിതരായവരാണ് പ്രവാചകന്മാർ. 2 എല്ലാ തെറ്റുകളും മനുഷ്യർ ചെയ്യുന്ന ഡേഷ് ദ്രോഹങ്ങളാണ്. 3 വജായിസും ഫി ഹക്കിഹിം മിൻ ഗറൽ ഡേഷ് കഹഫീഫിൽ മറൽ. അവിടെ വിട്ട ഭാഗം എന്താണ് പൂരിപ്പിക്കുക അതൊന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക. 4 ഇസ്മത്തുഹും കസാഇരിൽ മലായിക വാജിബത്തുൻ ഡേഷ് അൽ മലായിക. ഇനി നമുക്ക് അതിന്റെ ഉത്തരങ്ങളൊന്ന് നോക്കാം. ഒന്നാമത്തെ ലൈനിൽ നമ്മൾ എന്താണ് പൂരിപ്പിക്കേണ്ടത്? മനുഷ്യരെ തിന്മയിൽ നിന്ന് രക്ഷിക്കാൻ നിയോഗിതരായവരാണ് പ്രവാചകന്മാർ. 2 എല്ലാ തെറ്റുകളും മനുഷ്യർ ചെയ്യുന്ന ഡേഷ് ദ്രോഹങ്ങളാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് ആത്മ. 3 വജായിസും ഫി ഹക്കിഹിം മിൻ ഗറൽ ഡേഷ് കഹഫീഫിൽ മറൽ. അവിടെ പൂരിപ്പിക്കേണ്ടത് ബിഗൈരി നഖ്സിൻ. 4 ഇസ്മത്തുഹും കസാഇരിൽ മലായിക വാജിബത്തുൻ ഡേഷ് അൽ മലായിക. അവിടെ പൂരിപ്പിക്കേണ്ടത് വഫാലലു. അടുത്തത് നോക്കൂ. നുജീബു ബിക്കലിമത്തിൻ വാഹിദ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ളതാണ്. 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാതെ സഹിഹാവാത്ത ഒരു കർമ്മം. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാർ എന്ത് വിളിച്ചു? 3 വിശുദ്ധ കഅബ പുനർനിർമ്മാണ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ്. നിങ്ങൾ ഉത്തരം ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇതൊരു റിവിഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കാണിക്കാത്തത്. നിങ്ങളൊന്ന് കണ്ടിട്ട് അത് നോക്കിയിട്ട് ഒന്ന് ശ്രമിക്കുക. അതിൻ്റെ ഉത്തരങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം. 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാതെ സ്വഹിഹാവാത്ത ഒരു കർമ്മം. അവിടെ പൂരിപ്പിക്കേണ്ടത് അസാൻ. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാർ എന്ത് വിളിച്ചു? അവിടെ എഴുതേണ്ടത് അൽ അമീൻ. 3 വിശുദ്ധ കഅബ പുനർനിർമ്മാണ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ്. അതിന്റെ ഉത്തരം 35. ഇനി നോക്കൂ, മറ്റൊരു പാഠത്തിലെ നുക്കമ്മിൽ എന്ന പ്രവർത്തനമാണ്. 1 നബിമാർ നമ്മെ പോലെയല്ല, അവർ ഡേഷ് അറിയും. 2 തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് ഡേഷിനേക്കാൾ സുഗന്ധമുള്ളതാണ്. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് ഉറങ്ങും, ഡേഷ് ഉറങ്ങാറില്ല. 4 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലുടനീളം ഡേഷ് പുലർത്തിയിരുന്നു. അപ്പൊ അവിടെയൊക്കെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിന്റെ ഉത്തരം നോക്കാം. ഇനി അതിന്റെ ഉത്തരം നോക്കൂ. 1 നബിമാർ നമ്മെ പോലെയല്ല, അവർ ഡേഷ് അറിയും. അവിടെ എന്താണ് പൂരിപ്പിക്കേണ്ടത്? ഗൈബ്. 2 തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് ഡേഷിനേക്കാൾ സുഗന്ധമുള്ളതാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് കസ്തൂരി. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് ഉറങ്ങും, ഡേഷ് ഉറങ്ങാറില്ല. അവിടെ പൂരിപ്പിക്കേണ്ടത് കൽബ്. 4 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലുടനീളം ഡേഷ് പുലർത്തിയിരുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് സത്യസന്ധത. ഇനി നോക്കൂ, മറ്റൊരു പാഠത്തിലെ നുക്കമ്മിൽ എന്ന പ്രവർത്തനം. 1 അല്ലാഹു തആല ഡേഷ് കിതാബുകൾ അവതരിപ്പിച്ചു. 2 വിശുദ്ധ ഖുർആൻ അവതീർണമായതോടെ ഡേഷ് എല്ലാം ദുർബലപ്പെട്ടു. 3 മനുഷ്യന്റെ ഡേഷ് വിജയത്തിന് ആവശ്യമായതെല്ലാം ഖുർആനിലുണ്ട്. 4 പരിശുദ്ധ ഖുർആൻ ഡേഷ് വരെ സുരക്ഷിതമായി നിലനിൽക്കും. അപ്പം അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം. നോക്കൂ, അല്ലാഹു തആല ഡേഷ് കിതാബുകൾ അവതരിപ്പിച്ചു. അവിടെ എന്താണ് നമ്മൾ എഴുതേണ്ടത്? 4. 2 വിശുദ്ധ ഖുർആൻ അവതീർണമായതോടെ ഡേഷ് എല്ലാം ദുർബലപ്പെട്ടു. അവിടെ പൂരിപ്പിക്കേണ്ടത് പൂർവ്വവേദങ്ങൾ. 3 മനുഷ്യന്റെ ഡേഷ് വിജയത്തിന് ആവശ്യമായതെല്ലാം ഖുർആനിലുണ്ട്. അവിടെ പൂരിപ്പിക്കേണ്ടത് ഇരുലോക. 4 പരിശുദ്ധ ഖുർആൻ ഡേഷ് വരെ സുരക്ഷിതമായി നിലനിൽക്കും. അവിടെ പൂരിപ്പിക്കേണ്ടത് അന്ത്യനാൾ. ഇനി നോക്കൂ, മറ്റൊരു പാഠത്തിലെ നുക്കമ്മിൽ എന്ന പ്രവർത്തനമാണ്. 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡേഷ് തറവാട്ടുകാരനാണ്. 2 ദുർബലരാണ് ഡേഷ് പിൻപറ്റാറുള്ളത്. 3 ഈമാൻ ഡേഷ് വരെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. 4 ജനങ്ങളെ കുറിച്ച് കളവ് പറയാത്തവൻ ഡേഷ് കുറിച്ച് കളവ് പറയില്ല.
അപ്പോൾ അവിടെ എന്തൊക്കെയാണ് പൂരിപ്പിക്കുക അതൊക്കെ ഒന്ന് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. ഇനി അതിൻ്റെ ഉത്തരം നോക്കാം. ആദ്യം നിങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് അതിന് ശേഷം മാത്രമാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഉത്തരങ്ങൾ നിങ്ങൾ എഴുതാവൂ. നോക്കൂ. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡേഷ് തറവാട്ടുകാരനാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് ഉന്നത. 2. ദുർബലരാണ് ഡേഷ് പിൻപറ്റാറുള്ളത്. അവിടെ പൂരിപ്പിക്കേണ്ടത് നബിമാരെ. 3. ഈമാൻ ഡേഷ് വരെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. അവിടെ പൂരിപ്പിക്കേണ്ടത് പൂർണ്ണമാകും. 4. ജനങ്ങളെക്കുറിച്ച് കളവ് പറയാത്തവൻ ഡേഷയെക്കുറിച്ച് കളവ് പറയില്ല. അവിടെ പൂരിപ്പിക്കേണ്ടത് അല്ലാഹു തആല. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇതൊക്കെ ഒന്ന് പൂരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് റിവിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ചെയ്യണം. ആ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കും. അപ്പോൾ ഏകദേശം ഒരു 4-5 പാഠങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള പാഠങ്ങളൊക്കെ നിങ്ങൾ നന്നായി പഠിക്കുക. അതുപോലെ പാഠം നന്നായി വായിച്ച് പഠിക്കുക. അപ്പം ഈ തരുന്ന വീഡിയോയിൽ പറയുന്നത് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് ഒരിക്കലും പരീക്ഷയ്ക്ക് പോവരുത്. നിങ്ങൾക്ക് നല്ല മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായി പഠിക്കണം. ഈ വീഡിയോയിൽ 4-5 പാഠങ്ങളിലത്തെ 1 വേർഡുകൾ മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി ഭാഗങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പാഠം വായിച്ചിട്ട് നന്നായി പഠിക്കണം. ചോദ്യോത്തരങ്ങൾ നന്നായി പഠിക്കണം. അപ്പോൾ ഇത് മാത്രം പഠിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും പരീക്ഷയ്ക്ക് പോവരുത്. നിങ്ങളുടെ പാഠഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടും പഠിക്കണം. നിങ്ങൾക്ക് ഉന്നത മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്കത് ലഭിക്കുള്ളൂ. അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതിയോ ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ് അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ആ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാറ് അത് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് മാർക്കാണ് എടുക്കാൻ സാധിക്കുക. അത് നിങ്ങൾ പാഠം നന്നായി പഠിച്ചതിന് ശേഷം നിങ്ങൾ അതുപോലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.